കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട്, അതായത് ചിലപ്പോൾ മലയാളം ആയിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിരിക്കും, ചിലപ്പോൾ ഹിന്ദി ആയിരിക്കും, അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ഏതാണോ അതാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ട സാധനം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ മലയാളം എടുക്കും. അപ്പോൾ നമ്മൾ മലയാളം പഠിക്കാൻ ചൂസ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണെന്ന് അറിയാം. നമുക്ക് ഏറ്റവും അറിയുന്ന സബ്ജക്ട് അല്ലെങ്കിൽ ഏറ്റവും അറിയുന്ന ചാപ്റ്റർ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ തുടങ്ങും. നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇതെനിക്ക് കുറച്ചൊക്കെ അറിയാലോ, അപ്പോൾ എനിക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഈസി സബ്ജക്റ്റിൽ വെച്ചായിരിക്കണം. നമ്മൾ ഏറ്റവും ഫസ്റ്റ് അറിയാത്ത മാത്സും ഫിസിക്സും കാര്യങ്ങളൊക്കെ മുന്നിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് പിന്നെയും ടെൻഷൻ ആവും. അയ്യോ, എക്സാം ആകുമ്പോഴേക്കും ഞാൻ പഠിച്ചു കഴിയില്ലല്ലോ, എങ്ങനെ തീർക്കുമെന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷൻ ആവും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്ട് ചൂസ് ചെയ്തു. അത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ചാപ്റ്റർ ഏതാണോ അത് ചൂസ് ചെയ്യുക. അത് ചിലപ്പം വല്ല പോയംസോ സ്റ്റോറിയോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതിലേതാണോ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ചാപ്റ്റർ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ ഒരു സബ്ജക്റ്റും ചാപ്റ്ററൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ രാവിലെ തന്നെ ഉറങ്ങി നീച്ച് ഫ്രഷും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാനായിട്ടൊന്ന് ഒരുങ്ങണം. അതിനുവേണ്ടി നമ്മൾ ചൂസ് ചെയ്ത സബ്ജക്ട് എടുക്കുന്നു. നമ്മൾ പഠിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ നോട്ട്ബുക്കും കുറച്ച് പെന്നും പെൻസിലും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരുങ്ങും. നമ്മളിപ്പോൾ എവിടെ പോവാണെങ്കിലും ഒന്നും ഒരുങ്ങൂല. ടൂർ പോവാണെങ്കിലും കല്യാണത്തിൽ പോവാണെങ്കിലും നമ്മളൊക്കെ ഒരുങ്ങും. പക്ഷെ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരുങ്ങാറുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അതിനൊരു ഒരുക്കം അത്യാവശ്യമാണ്. കാരണം നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ബ്രെയിനിന് എന്ത് കിട്ടുന്നത്, സിഗ്നൽസ് കിട്ടുന്നത്. ഓക്കെ, ഇവർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ബുക്കും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആരുമില്ലാതെ ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിൽ പോവുക. അത് നിങ്ങളുടെ റൂമാണെങ്കിൽ റൂം, പക്ഷെ ബെഡിലൊന്നും ഇരുന്നിട്ട് ഒരിക്കലും പഠിക്കരുത്. എവിടെയാണോ നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന സ്ഥലം അവിടെ പോയിട്ട് ഇരിക്കുക. എന്നിട്ട് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾ 2 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ഒരു ദിവസം നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരാൾക്ക് 2-3 മണിക്കൂറൊന്നും പഠിക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ ആണ്, നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ 20 മിനിറ്റ് പഠിക്കുക, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, പിന്നെ 20 മിനിറ്റ് പഠിക്കുക, ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഒരുപാട് ടൈം ടേബിൾസ് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡേ മൊത്തം പഠിക്കാനുള്ള ടൈം ടേബിൾ ഒക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾ ഒരു ദിവസം മൊത്തം ആ മലയാളത്തിന്റെ ചാപ്റ്റേഴ്സ് മൊത്തം പഠിച്ചു തീർക്കുക. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും. ഓക്കെ, ഞാൻ കുറെ എന്തൊക്കെയോ പഠിച്ചു എന്നുള്ളത്. അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പിറ്റേ ദിവസം അടുത്ത സബ്ജക്ട് വെച്ചിട്ട് പഠിച്ചു പോവാം. അങ്ങനെ നിങ്ങൾ പഠിച്ചു പോവാണെങ്കിൽ എക്സാം ആവുമ്പോഴേക്കും വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ ടോപ്പിക്സ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ചൂസ് ചെയ്യുക. രണ്ടാമത്തെ ദിവസം അടുത്ത സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ചൂസ് ചെയ്യുക. മൂന്നാമത്തെ ദിവസം നിങ്ങൾ സിമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചിട്ട് കുറച്ചറിയാം കുറച്ചറിയില്ല എന്ന് പറഞ്ഞ ഒരു മോഡറേറ്റ് ലെവലിലുള്ള സബ്ജക്ട് ഉണ്ടാവില്ലേ, അത് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ദിവസം അടുത്ത മോഡറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് ചൂസ് ചെയ്യുക. 5ാമത്തെ ദിവസം നിങ്ങൾ ഹാർഡ് സബ്ജക്ട് ചൂസ് ചെയ്യുക. അപ്പോഴേക്കും നമ്മൾ ട്രാക്ക് കയറിയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അതിന് നിങ്ങൾ പോയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളും ഒന്നുമല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇനിയുള്ള ദിവസം നിങ്ങൾ ഒരു 1.5 ദിവസം ഒരു ചാപ്റ്റർ വെച്ചിട്ട് പഠിച്ചു പോകണം. എന്നാലാണ് കറക്റ്റ് ആകുമ്പോഴേക്ക് എക്സാം തീരുള്ളൂ. ഒരു ദിവസം മൊത്തം ഒരു ചാപ്റ്റർ പഠിക്കുക, അടുത്ത ദിവസത്തിന്റെ പകുതി വരെയും ആ ഒരു സബ്ജക്ട് തന്നെ പഠിക്കുക. അങ്ങനെ 1.5 ദിവസം ഒരു സബ്ജക്ട് വെച്ച് നിങ്ങൾ പഠിച്ചു പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്ക് എല്ലാം പഠിച്ചു തീർത്ത് ഒരു റിവിഷന് കൂടുതൽ സമയം കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്ട് ചൂസ് ചെയ്യുക, അതിൽ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ചൂസ് ചെയ്യുക. എന്നിട്ടാണ് നിങ്ങൾ പഠിച്ചു പോവുക. ആദ്യത്തെ 2 ദിവസം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ തന്നെ പഠിക്കുക, പിന്നെ 2 മോഡറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കുക. അത് കഴിഞ്ഞ് ഹാർഡിലേക്ക് പോവുക. അപ്പോഴേക്ക് നിങ്ങൾ പഠിക്കാനുള്ള കംപ്ലീറ്റ് ട്രാക്കിൽ കയറിയിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ, ഇനി പഠിച്ചാൽ സമയം കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുക മാത്രമേ ചെയ്യുള്ളൂ, ഒരിക്കലും പഠിക്കാൻ പോകണം. അതുകൊണ്ട് എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പഠിക്കാനുള്ള മെത്തേഡ്സും ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അടുത്ത ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടുതൽ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണമെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാനും ആരും മറക്കണ്ട.